കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ആദർശിന്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കും ചെയ്യാൻ മറക്കരുത് കേട്ടോ. കാരണം നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ ഓരോ ലൈക്കും നമുക്ക് അത്രയേറെ പ്രധാനപ്പെട്ട കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ ഐസുവിന്റെ മുന്നിൽ തകർത്ത് തരിപ്പണമായിട്ട് നയനയും ആദർശും ജയനും ഒക്കെ നിൽക്കുകയാണ്. ആ സമയം ജയം വന്ന് ആദർശനോട് പറഞ്ഞു, എന്ത് പറ്റിയെന്ന് അറിയത്തില്ലോ അവൾക്ക്, എനിക്കാണെങ്കിൽ ആകെപ്പാടിയിട്ട് വിറയില്ലാന്ന് പറയണേ. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ആദർശം പറഞ്ഞു, അച്ഛൻ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ, ഞാൻ അവളോട് ആകുന്നേ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞല്ലേ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി ഹോസ്പിറ്റലിൽ പോവാന്ന്. എന്നിട്ട് അവള് സമ്മതിച്ചില്ല. ഇപ്പൊ കണ്ടില്ലേ, സൂചി എടുക്കേണ്ട തൂമ്പാക്കുഴ എടുക്കേണ്ട പറഞ്ഞൊരു അവസ്ഥയായി പോയില്ലേന്ന് പറയണം. ആദ്യം വരുവായിരുന്നെങ്കിൽ ഇത്രയ്ക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമായിരുന്നോ എന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പോൾ നയന പറഞ്ഞു, ഒരുപക്ഷെ അമ്മയ്ക്ക് തോന്നിയിട്ടുണ്ടാവും ഇപ്പൊ കുഴപ്പമൊന്നും ഇല്ലാന്ന്. പക്ഷെ പെട്ടെന്ന് അങ്ങനെ ഉണ്ടാവും കാരണം എന്താന്ന് അതാ മനസ്സിലാകത്തെന്ന് പറയാണ്. ഇത് കേട്ട ആദർശ് ചോദിച്ചു, അല്ലച്ചാ അമ്മ എന്തേലും കഴിച്ചോ അങ്ങനെ എന്തേലും. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും ജയൻ പറഞ്ഞു, അല്ല അങ്ങനെ കഴിച്ചായിട്ടെന്ന് എനിക്ക് അറിയില്ല, ഇന്നത്തെ ദിവസം ഒന്നും കഴിച്ചായിട്ട് അറിയത്തില്ല, പിന്നെ വൈകുന്നേരം പാല് കുടിച്ചെന്ന് മാത്രം പറഞ്ഞിട്ടുള്ളൂ, ബാക്കിയൊന്നും എനിക്ക് അറിയില്ല എന്ന് പറയണം. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും നയന പെട്ടെന്ന് ഓർത്തു, ഓഹോ അപ്പൊ അമ്മയാണ് ആ പാലെടുത്ത് കുടിച്ചത്. താൻ നവ്യേച്ചിക്ക് വേണ്ടി കാച്ചി വെച്ചിരുന്ന പാല് അമ്മയായിരിക്കും എടുത്ത് കുടിച്ചത്, താൻ അനാമികയാണ് സംശയിച്ചത് എന്നൊക്കെ ഓർത്ത് നയനെ നിൽക്കുന്നുണ്ട്. അങ്ങോട്ടേക്ക് അകത്തേക്ക് നേഴ്സുമാരും ഒക്കെ കയറി പോകുന്നല്ലാതെ ഒരു വിവരം അറിയത്തില്ല. ഈ സമയം ഒരു നേഴ്സ് അങ്ങോട്ട് ഇറങ്ങി വന്നു. ആദർശ് പെട്ടെന്ന് ചെന്നിട്ട് ചോദിച്ചു, അല്ല എന്റെ അമ്മയ്ക്ക് എങ്ങനെയാണെന്ന് ചോദിക്കണം. അതെ ഡോക്ടർ പറയും കുറച്ച് സമയം കൂടെ വെയിറ്റ് ചെയ്യാൻ പറയണം. അങ്ങനെ ഐസിന്റെ മുന്നിൽ അവരിങ്ങനെ മുഖത്തോട് മുഖം നോക്കി ഇരിക്കുകയാണ്. ഈ സമയം വേണു എന്ത് ചെയ്യാണ്, രേവതിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. ഫോണിലേക്ക് വിളിച്ചിട്ട് ചോദിച്ചു, എന്തായി കാര്യങ്ങളൊക്കെ, എല്ലാം ഓക്കെ ആയെന്ന് ചോദിക്കാം. അപ്പൊ പാല് കൊണ്ടുപോയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ചോദിച്ചു, അല്ല അവള് പാല് കുടിച്ചോ, എങ്ങനെയുണ്ട്, ആസ്ത്രി കൊണ്ടുപോയെന്ന് ചോദിക്കാം. ആസ്ത്രി കൊണ്ടുപോയി. ആഹാ കൊള്ളാം, പൊളിച്ചു. അപ്പൊ അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞു പോയി കാണും. അപ്പൊ നമ്മുടെ തന്ത്രം അങ്ങോട്ട് ഫലിച്ചില്ലേ, ഇനി പേടിക്കാനൊന്നുള്ള കാര്യമില്ലോ എന്ന് പറയണം. പക്ഷെ കൊണ്ടുപോയത് അവളെയല്ല, പിന്നെയോ ദേവേച്ചിനെയോ കൊണ്ടുപോയെന്ന് പറയണം. ആര്, ദേവേനെയോ? അതെ. അതെന്ത് പറ്റി അങ്ങനെ, എന്ത് മറുമായ നടന്നേന്ന് അറിയത്തില്ല എന്റെ വേണുവേട്ട. ഇവിടെ പാലിനകത്ത് വേണുവേട്ടൻ പറഞ്ഞോളെ തന്നെ അത് കലക്കി വെച്ചു അനാമികമോള്. പക്ഷേങ്കിൽ അവൾ പാലും കൊണ്ട് പോകുന്നേ കണ്ടതാ ആ നയന. പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് എന്ത് മന്ത്രമോ മായാജാലോ നടന്നേന്നറിയത്തില്ല, പക്ഷെ പാല് കുടിച്ചത് ദേവേശാന്ന് പറയണം. ഇത് കേട്ടുകഴിഞ്ഞപ്പോ വേണു പറഞ്ഞു, ചതിച്ചുള്ള ഭഗവാൻ ഇനിയിപ്പോ എന്ത് ചെയ്യുമെന്ന് ചോദിക്കാം. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അവര് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയേക്കുക. അവസ്ഥയാണ് വളരെ പരിതാപകരോ. ഇവിടുന്ന് തന്നെ ഭയങ്കര ഛർദിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതെ, അത് കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് വല്ല പ്രശ്നം ഉണ്ടാവുമോ എന്ന് ചോദിക്കുകയാണ്. ഏയ് 2 ആഴ്ച കിടന്ന് കിടക്കേണ്ടി വരും. അല്ല ചേച്ചിക്കാണെങ്കിൽ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് അത് അങ്ങനെയാണ് പറയാൻ പറ്റില്ല എന്ന് പറയണം. ഇനിയിപ്പം നമ്മളെല്ലാരും കൂടെ കൂട്ടത്തോടെ ജയിലിൽ പോയി കിടക്കേണ്ട വരുമോ എന്ന് ചോദിക്കുക. പെട്ടെന്ന് വേണു പറഞ്ഞേ, അങ്ങനെയൊന്നും ഉണ്ടാകാൻ വഴിയില്ല, നീ വെറുതെ മനുഷ്യനെ പേടിപ്പിക്കല്ലേ. ദേ എന്തേലും സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എല്ലാം നയനയുടെ തലയിലേക്ക് വെച്ച് കിട്ടിയേക്കണം. അവളാണല്ലോ പാലും കൊണ്ട് പോയാള്, അപ്പൊ അവളുടെ തലയിലേക്ക് വെച്ച് കിട്ടിയാൽ മതി എന്ന് പറയാം. പക്ഷെ ഒരു കാര്യമുണ്ട്, അങ്ങനെ എന്തേലും വിഷം ഉള്ളിച്ചെന്നാന്ന് പറഞ്ഞാൽ എവിടുന്ന എങ്ങനെ കിട്ടിയെന്നൊക്കെ ഒരു പോലീസ് അന്വേഷണം വന്നിട്ടുണ്ടെങ്കിൽ ഞാനും മോളും ഒക്കെ കുടുങ്ങുമെന്ന് പറയണം. ഇത് കേട്ടപ്പം അനാമി പറഞ്ഞു, ആ ഫോൺ ഇങ്ങോട്ട് തരാൻ പറയണം. അങ്ങനെ ഫോൺ മേടിച്ചിട്ട് വേണുവിനോട് പറഞ്ഞു, അതെ അച്ഛൻ ഇനി ഈ കാര്യം ഓർത്ത് ടെൻഷൻ അടിക്കൊന്നും വേണ്ട, എന്ത് വന്നാലും ഞാൻ ഇവിടെ പിടിച്ചു നിൽക്കുക വെച്ചാ ഉറപ്പായിട്ടും പിടിച്ചു നിൽക്കും. ആരുടെ മുന്നിൽ അങ്ങനെ തോറ്റു കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ലെന്ന് പറയണം. അങ്ങനെ തന്നെ വേണം മോളെ, നല്ല ധൈര്യം വേണം. എന്താണെങ്കിലും നമ്മൾ ഇറങ്ങി തിരിച്ചു. ഇനിയിപ്പം നമ്മൾ ഒരു കരയ്ക്ക് കൊണ്ട് അടുപ്പിക്കണം എന്ന് പറയാം. മോള് ധൈര്യമായിട്ടിരിക്കുക എന്ന് പറയാണ്. അങ്ങനെ അനാമിയനെയൊക്കെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ഈ സമയം കിടന്നിട്ടാണെങ്കിൽ ജലജയ്ക്കാണ് ഉറക്കം കൂടെ വരുന്നില്ല. അവിടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞു പോവെന്ന് പറഞ്ഞ ഇപ്പൊ ഒന്നും പോയില്ല, ഒന്നുമില്ല, ആകെ പാടെ ആണ്ട കിടക്കണം. ഇങ്ങനത്തെ ഒരു വല്ലാത്തൊരു അവസ്ഥയായി പോയി. ആ പ്രതീക്ഷയും കൂടെ പോയി. ഇനിയിപ്പൊ എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ ഓർത്തോണ്ട് ജലജ ഇരിക്കുവാണ്. അതുപോലെ തന്നെയായിരുന്നു അബിയുടെ അവസ്ഥ. അബിക്കുവാണെങ്കിൽ വല്ലാത്തൊരു വിമിഷ്ട ബുദ്ധിമുട്ടുമായിരുന്നു. ഇനിയിപ്പൊ കിടന്നിട്ടാണ് ഉറക്കം കൂടെ വരുന്നില്ല. നവ്യാണ് നല്ല ഉറക്കമാണ്. പിന്നീട് അബി എന്ത് ചെയ്യുവാണ്, പതുക്കെ എഴുന്നേറ്റ് കഴിഞ്ഞ് നേരെ ജലജയുടെ മുറിയിലേക്ക് പോവാണ്. ഉറക്കം വരാതെ പോവാ. പിന്നീട് എന്നിട്ട് ചോദിച്ചു, അല്ലമ്മേ എനിക്കാണ് കിടന്നിട്ട് ഉറക്കം വരുന്നില്ലെന്ന് പറയും. എന്താടാ കാര്യം, എന്റെ അമ്മ എങ്ങനെ ഉറങ്ങാനാന്ന് പറ. അവള് പോത്തുപോലെ അവിടെ കിടന്ന് ഉറങ്ങുക. എനിക്കാണെങ്കിൽ വല്ലാത്ത ടെൻഷനാ. ഇന്നത്തോടു കൂടി നമ്മുടെ കാര്യത്തിനൊരു തീരുമാനമാവെന്ന് വിചാരിച്ചല്ലേ, എന്നിട്ടോ വല്ലയിടത്തും എന്തേലും ആയോന്ന് ചോദിക്കാം. ഇനിയിപ്പൊ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്ന് പറയണം. ഈ സമയം ഐസുവിന്റെ മുന്നിൽ എല്ലാരും നോക്കിയിരിക്കണം. അപ്പോഴേക്കും ഡോക്ടർ അങ്ങോട്ട് ഇറങ്ങി വന്നു. പെട്ടെന്ന് ആദർശും നയനയും ജയനും എല്ലാരും കൂടെ ഓടി ചെല്ലുവാണ്. ആദർശ് ചോദിച്ചു, ഡോക്ടറെ എങ്ങനെയുണ്ട്, അമ്മയ്ക്ക് ഇപ്പൊ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുകയാണ്. കണ്ടീഷൻ ഇച്ചിരി ക്രിട്ടിക്കലാ, ഇപ്പോഴും ബോധം തെളിഞ്ഞിട്ടില്ല, കാരണം ഓക്സിജൻ ഒക്കെ കൊടുത്തിട്ടിരിക്കുക, അതുപോലത്തെ അവസ്ഥയാ.
പെട്ടെന്ന് ജയൻ ചോദിച്ചു, അല്ല ഡോക്ടറെ, പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടാവാനായിട്ട് വല്ല ബി പിയോ എന്തെങ്കിലും കൂടിയതാണോ? 2-3 ദിവസമായിട്ട് ക്ഷീണമുണ്ട്, തളർച്ചയുണ്ടെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനെ ഒരു അവസ്ഥ ആദ്യമായിട്ട് ഉണ്ടാകുന്നേ, വൊമിറ്റ് ചെയ്യാനൊക്കെ വരുന്നൊക്കെ പെട്ടെന്നുണ്ടായതോ ഡോക്ടർ എന്ന് പറയണം. പിന്നീട് ഡോക്ടർ ചോദിച്ചു, അല്ല പ്രത്യേകിച്ച് അസ്വാഭാവികമായിട്ട് എന്തെങ്കിലും ഫുഡോ അങ്ങനെ എന്തെങ്കിലും കഴിച്ചോ എന്ന് ചോദിക്കുകയാണ്. ഇല്ല, അങ്ങനെയൊന്നും കഴിച്ചിട്ടില്ലെന്ന് പറയണം. ഇത് കേട്ട് കഴിയുമ്പോൾ ഡോക്ടർ പറഞ്ഞു, അതെ ഞാൻ പരിശോധിച്ച് വെക്കായിരുന്നു, ഉള്ളിൽ നല്ല മാരകമായിട്ട് എന്തോ ഒരു വിഷം ചെന്നിട്ടുണ്ടെന്ന് പറയാണ്. വിഷമോ? ഡോക്ടർ എന്താ പറയണെന്ന് ആദർശ് ചോദിക്കുക. അതെ, എന്തോ ഒരു വിഷം ഉള്ളിൽ ചെന്നിട്ടുണ്ട്, അതാന്ന് പറയാണ്. ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. 24 മണിക്കൂർ കഴിഞ്ഞ് എന്തെങ്കിലും പറയാൻ പറ്റുമോ? പക്ഷെ ആ ചെന്നിരിക്കുന്ന വിഷത്തിന്റെ അളവ് കുറച്ച് കൂടുതലാണ്, അതുകൊണ്ടാണ് ബോധം തെളിയാത്തെ. ഒരു പക്ഷേ ഇങ്ങനത്തെ ഈ കണ്ടീഷൻ തുടർന്ന് പോയിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ കോമയിലേക്കോ, അല്ലെങ്കിൽ ചിലപ്പോൾ അത് എങ്ങനെ ബാധിക്കുന്നു പറയാൻ പറ്റില്ല. ശരീരത്തെ മൊത്തം ആ വിഷം അങ്ങോട്ട് ബാധിച്ചു കഴിഞ്ഞു. ഒരു പക്ഷേ ചിലപ്പോൾ ഇങ്ങനെ തളർന്നു വരെ പോയേക്കാം. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്കാ കാര്യങ്ങളൊക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കണമെന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ജയനൊക്കെയാണ് തളർന്ന പോലെ തോന്നി. ഒരിക്കലും പ്രതീക്ഷ കാര്യമല്ല ഇത്. നായനെ അവിടെ നിന്ന് പൊട്ടിക്കരയുവാണ്. പെട്ടെന്ന് ഡോക്ടർ പറഞ്ഞു, കരയാൻ വേണ്ടി പറഞ്ഞല്ല, ഞാനുള്ള കാര്യം കൂടെ പറഞ്ഞ പേഷ്യൻസിന്റെ സ്ഥിതിയൊക്കെ എല്ലാവരും അറിഞ്ഞിരിക്കണമല്ലോ, അതുകൊണ്ട് പറഞ്ഞാന്ന് പറയാം. ഇനിയിപ്പോൾ പറയാൻ പറ്റില്ല, ചിലപ്പം നാളെ ആകുമ്പത്തേനും ചിലപ്പം ബോധം വീഴുവാണെങ്കിൽ കുഴപ്പമില്ലായിരിക്കും, രോഗി പഴയ സ്ഥിതിയിലേക്ക് തന്നെ തിരികെ വന്നേക്കും. പക്ഷെ ബോധം വീണെങ്കിലെങ്കിൽ അപകടകരമാണ്. കാരണം ഒന്നെങ്കിൽ കോമ, അല്ലെങ്കിൽ ചിലപ്പോൾ എഴുന്നേറ്റ് നടക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലേക്ക് പോകേണ്ടി വരുമെന്ന് പറയാണ്. വീൽ ചെയറിലേക്കൊക്കെ പോകേണ്ടി വരുമെന്ന് പറയാം. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വല്ലാത്തൊരവസ്ഥയായിരുന്നു നയനയ്ക്കൊക്കെ ഉണ്ടായിരുന്നത്. അങ്ങനെ ഡോക്ടർ ഇതെല്ലാം പറഞ്ഞിട്ട് ഡോക്ടർ അങ്ങോട്ട് പോകണം. പെട്ടെന്ന് നയന പോയി ആദർശനെ കെട്ടിപ്പിടിക്കുകയാണ്. ആദർശം എല്ലാവരും ആകെ തളർന്ന മനസ്സോടെ ആയിപ്പോയി. ആർക്കും എന്താ അങ്ങോട്ട് വേണം പറയേണ്ടതെന്ന് പോലും അറിയത്തില്ല. പെട്ടെന്ന് ആദർശം പറഞ്ഞു, അല്ല അമ്മയുടെ വയറ്റിൽ എങ്ങനെയാ അച്ഛാ വിഷം ചെന്നേന്ന് ചോദിക്കുക. എനിക്കറിയില്ല മോനെ ഇതെങ്ങനെ സംഭവിച്ചെന്ന്. പെട്ടെന്ന് നയന ചോദിച്ചു, ഇനി എന്തേലും ആരെങ്കിലും മനഃപൂർവ്വം ചെയ്തായിരിക്കോ? അങ്ങനെ ആര് ചെയ്യാനാ ഇപ്പൊ ആ വീട്ടിലുള്ളതെന്ന് ചോദിക്കുകയാണ്. അല്ല അമ്മ എന്തേലും ഫുഡ് പ്രത്യേകിച്ച് കഴിച്ച് പാലല്ലേ കുടിച്ചേന്ന് ചോദിക്കുക. അതെ പാല് കുടിച്ചേ. അല്ല പാല് അത് നയനമോള് നവ്യയ്ക്ക് വേണ്ടി കാച്ചി വെച്ചിരുന്ന പാലാന്ന് വന്ന് പറയുകയും ചെയ്യുന്നു പറയാണ്. ഇത് കേട്ടതും ആദർശ് നയനയുടെ നേരെ തിരിഞ്ഞു. നയനോട് ചോദിച്ചു, അല്ല നയന നീ അല്ലേ പാല് കാച്ചി വെച്ചാ? അതെ ആദർശേട്ടാ, പാല് കാച്ചി വെച്ചിട്ട് ഞാൻ ചൂടാറാൻ വേണ്ടി അവിടെ വെച്ചിട്ട് ഞാൻ മുറിയിലേക്ക് കയറി പോയിട്ടുണ്ടായിരുന്നു. കുറച്ചേരം കഴിഞ്ഞ് വന്നു നോക്കി കഴിഞ്ഞപ്പോൾ പാല് കണ്ടില്ല. പിന്നെ ഞാൻ വേറെ പാല് തിളപ്പിച്ചാൽ ഞാൻ നവ്യേച്ചിക്ക് കൊണ്ട് കൊടുത്തേന്ന് പറയണം. പെട്ടെന്നാണ് ആദർശന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും കഴിച്ചോന്ന് പോലും അറിയത്തില്ല. അമ്മയ്ക്ക് ബോധം വീണ് കഴിഞ്ഞാലോ എന്തെങ്കിലും അറിയാൻ പോലും പറ്റുള്ളൂ. എന്താ ചെയ്യണ്ടേ? വീട്ടിലേക്കാണെങ്കിൽ വിളിക്കാനും പറ്റില്ല, വല്ലാത്തൊരവസ്ഥ നിൽക്കുക. ഈ സമയം എനിക്കാണെങ്കിൽ ആകെപ്പാട് ടെൻഷനാ. വല്യമ്മേനെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് ആരും ഒന്നും വിളിച്ചിട്ട് പോലുമില്ല. ആദർശനെ ഒന്ന് വിളിച്ചു നോക്കിയാലോ എന്നോർത്തുണ്ട് ആദർശനെ വിളിക്കുകയാണ്. പെട്ടെന്ന് ആദർശ് കോലെടുത്തു. എങ്ങനെയുണ്ട് വല്യമ്മയ്ക്ക് ഇപ്പൊ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും ആദർശനാണെങ്കിൽ ഒരു കരച്ചിലായിരുന്നു. എന്താ ആദർശേട്ടാ, എന്ത് പറ്റി? എന്തെങ്കിലും ഉണ്ട് പറയെന്ന് പറയണം. അത് പിന്നെ ഒന്നും പറയാറായിട്ടില്ലടാന്ന് പറയണ. പറയാറായിട്ടില്ലേ? അതിന് മാത്രം എന്താ കുഴപ്പമുണ്ടെന്ന് ചോദിക്കുക. അതെന്താന്ന് അറിയത്തില്ല, ഡോക്ടർ പറയുന്ന മാരകമായിട്ട് എന്തോ വിഷം ഉള്ളിൽ ചെന്നിട്ടുണ്ടെന്നാ പറയണേ. തൽക്കാലത്തേക്ക് നീ ഇത് ആരോടും അവിടെ പറയണ്ടെന്ന് പറയണേ. എന്താ ആദർശമായിട്ടാ പറയണേ? വിഷമോ? അതെങ്ങനെയായിരുന്നു? അതൊന്നും അറിയില്ല. അമ്മയ്ക്ക് എന്ത് ബോധം വീണ കഴിഞ്ഞാൽ എന്തെങ്കിലും അറിയാൻ പറ്റുള്ളൂ എന്ന് പറയാം. അനിയുടെയും കൂടെ ഉള്ള സമാധാനം പോയി. എങ്ങനെ ഇത് സംഭവിച്ചെന്ന് പോലും അറിയത്തില്ല. ആകെപ്പാടെ പ്രശ്നമായി. ഇതുവരെയായിട്ടും ബോധം തെളിഞ്ഞിട്ടില്ലടാ, പ്രാർത്ഥിക്ക് എന്ന് പറഞ്ഞിട്ട് ആദർശ് കരയുവാണ്. അതേ അവസ്ഥ തന്നെയായിരുന്നു ജയന്റെ ഉള്ളിൽ. ജയനയ്ക്ക് എന്ത് ചെയ്യണം നടത്തില്ല. കുറെ സമയങ്ങൾ കഴിഞ്ഞു. അപ്പൊ അവര് കാത്തിരിക്കുക. ഏകദേശം നേരം വെളുക്കാറൊക്കെ ആയി. അപ്പോഴേക്കും ഡോക്ടർ എന്നോട് വന്നപ്പോൾ ഡോക്ടർ ചോദിച്ചു, ഞങ്ങൾക്ക് അമ്മേനെ ഒന്ന് കയറി കാണാൻ പറ്റുമെന്ന് ചോദിക്കുകയാണ്. ശരി, നിങ്ങൾ കയറി കണ്ടോളാൻ പറയണം. അങ്ങനെ ആദർശം നയനയൊക്കെ അരിയിലേക്ക് ചെല്ലുവാണ്. അരിയിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ ആ കിടപ്പ് തന്നെ കിടക്കുവാണ്. ദേവേന്റെ ആ കിടപ്പ് കണ്ടു കഴിഞ്ഞപ്പോൾ ആദർശം സഹിച്ചില്ല. ആദർശം വല്ലാതെ നിന്ന് വിതുമ്പി കരയോ. ഈ സമയം നയന ആദർശനെ ആശ്വസിപ്പിച്ചു. ദേ അമ്മയ്ക്കൊന്നും സംഭവിക്കില്ല, അമ്മ എഴുന്നേറ്റ് വരും, ധൈര്യമായിട്ട് ആദർശനെ ഇരിക്കാനൊക്കെ പറഞ്ഞിട്ട് ആദർശനെ സമാധാനിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ജയനും നയനെയാണ് പിടിച്ചിരിക്കുന്ന ഒരേ ഒരു വ്യക്തി. കാരണം ഇവരിങ്ങനെ തളച്ച, കാരണം അവരെത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. ആദർശനെ ഈ പറയുന്ന അമ്മയെന്ന് വെച്ചാൽ ജീവനായിരുന്നു. തന്നെ സ്നേഹിക്കുന്ന പോലെ തന്നെ ആദർശാണ് അമ്മേനെ സ്നേഹിക്കുന്നുണ്ട്. അപ്പൊ അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിയെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ സഹിക്കാൻ പറ്റുന്ന കാര്യമല്ലോ. കാര്യം പറഞ്ഞാൽ തന്നെ എന്തൊക്കെ ചീത്ത പറഞ്ഞാലും തനിക്കാണെങ്കിലും അമ്മയോട് ഒരു ദേഷ്യമൊന്നും കാണിക്കാൻ പറ്റില്ല. അമ്മയുടെ സ്ഥാനത്ത് നോക്കുമ്പോൾ തനിക്ക് ഒന്നിനും കഴിയുന്നുമില്ല. ആ ഒരു ചിന്തയൊക്കെ ആയിരുന്നു നയനയുടെ മനസ്സെന്നറിയും. നയനയ്ക്കും വല്ലാത്ത വിഷമ. കുറച്ച് സമയം കൂടെ അകത്ത് നിന്നിട്ടാണ് അവര് പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. അങ്ങനെ പിറ്റേ ദിവസം നേരം വെളുത്തു. പിറ്റേ ദിവസം നേരം വെളുത്തു കഴിഞ്ഞപ്പോഴത്തേനും പതുക്കെ ദേവേനി കണ്ണ് ഒന്ന് ബോധം വീണ് കണ്ണും തുറക്കുവാണ്. പക്ഷെ എന്നാലും പൂർവ്വസ്ഥിതിയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. ഇങ്ങനെ കണ്ണു തുറന്ന് ഇങ്ങനെ ചുറ്റും നോക്കിയതല്ലാതെ ഒന്നും മിണ്ടാനോ ഒന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. ദേഹം മൊത്തം വിഷം വ്യാപിച്ചു കഴിഞ്ഞായിരുന്നല്ലോ. അതുകൊണ്ട് അത് ഡോസും വളരെ കൂടുതലായിരുന്നു. കാരണം അനാമിക നല്ല രീതിയിൽ തന്നെയാണ് പാലിനകത്തേക്ക് ആ വിഷക്കുപ്പി അങ്ങോട്ട് കമത്തി വിട്ടെ. കുറെ ഡോസ് കൂടിപ്പോയെന്ന് അനാമിക്ക് മനസ്സിലാവുകയും ചെയ്തു. പക്ഷെ അതുകൊണ്ട്
മരിച്ചു പോകുന്നില്ല ഒരു ചിന്തയോടുകൂടിയാ കലക്കി വിട്ടെ. പക്ഷേ ഇതാ ഈ സമയത്ത് ദേവേനയുടെ ദേഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെപ്പാടെ 2-3 ദിവസത്തെ നല്ല ക്ഷീണമായിരുന്നു. ഇതും കൂടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ആ ശരീരം പെട്ടെന്ന് അങ്ങോട്ട് പ്രതികരിക്കുകയാണ് ചെയ്തത്. ഇതൊന്നും അറിയില്ലാതെ മുത്തശ്ശനും മുത്തശ്ശിയും രാത്രി കഴിഞ്ഞു. പിറ്റേ ദിവസം രാവിലെ മുത്തശ്ശി എഴുന്നേറ്റ് വന്നു കഴിഞ്ഞപ്പോഴത്തേനും പൂജാമുറിയിലെ വിളക്കൊന്നും കൊളുത്തിയിട്ടില്ല. ഇതെന്ത് പറ്റി? പൂജാമുറി വിളക്ക് കൊളുത്തി എന്നാ സാധാരണഗതിയിൽ നായനമോൾ എഴുന്നേറ്റ് രാവിലെ വിളക്കൊക്കെ കൊളുത്തുന്നതാണല്ലോ. ഇതെന്ത് പറ്റിയെന്ന് അറിയത്തില്ല. നേരെ അങ്ങോട്ട് ചെല്ലുവാണ്. അങ്ങ് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവിടെ ജലജ ഇരിക്കുന്നുണ്ട്. നയനെ കണ്ടില്ല. അല്ല, നയനമോള് കണ്ടില്ലോ. നയനമോൾ എഴുന്നേറ്റില്ല ജലജയെന്ന് ചോദിക്കുവാണ്. ഇത് കേട്ടും ജലജയ്ക്ക് എന്ത് പറയണമെന്ന് അറിയത്തില്ല. അപ്പോഴേക്കും അനിയും കൂടെ അങ്ങോട്ട് ഇറങ്ങി വന്നു. അല്ല, ദേവേനയോ അവൻ ആരെയും കാണുന്നില്ലോ, ആദർശിനെ ആണെങ്കിലും കാണുന്നില്ല. ഇവരിതൊക്കെ ഇത് എവിടെ പോയെന്ന് ചോദിച്ചിട്ട് മുത്തശ്ശി അങ്ങോട്ട് വരികയാണ്. അപ്പത്തേനും മുത്തശ്ശൻ അങ്ങോട്ട് വന്നു. പെട്ടെന്ന് എനിക്കാണെങ്കിലും എന്ത് പറയണമെന്ന് അറിയത്തില്ല. എന്താടാ, എന്ത് പറ്റി അനി? ഇനി എന്താ ഒന്നും മിണ്ടാത്തേന്ന് ചോദിക്കാം. ഇവിടെ ഉള്ളവരൊക്കെ എന്തേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ അനി പറഞ്ഞു, അത് പിന്നെ അവര് ഹോസ്പിറ്റലാന്ന് പറയണേ. ഹോസ്പിറ്റലിലോ? അതെ, ഇന്നലെ വല്യമ്മയ്ക്ക് രാത്രി ഒരു തലകറക്കോ ക്ഷീണമൊക്കെ ഉണ്ടായി. അപ്പൊ ആദർശേട്ടനും വല്യച്ഛനും നയനടുത്ത് എല്ലാവരും കൂടി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയെന്ന് പറയണ. എന്നിട്ട് നിങ്ങൾ എന്താടാ ഒരു വാക്ക് പോലും പറയാത്തത് മുത്തശ്ശൻ ചോദിക്കുക. അത് ഞങ്ങൾ ഈ വീട്ടിൽ അന്യരാണെന്ന് ചോദിക്കുക. അതല്ല പിന്നെ മുത്തശ്ശ, നിങ്ങൾ രാത്രി കിടന്നുറങ്ങുമായിരുന്നല്ലോ, അത്രയ്ക്കൊന്നും ഇല്ല, അതുകൊണ്ടാണ് ഞങ്ങൾ പിന്നെ പറയായിരുന്നെന്ന് പറയണം. എന്നാലും എടാ മോനെ, നീ പെട്ടെന്ന് ആദർശനെ വിളിച്ചേ, എനിക്കിപ്പോ സംസാരിക്കണമെന്ന് പറയണം. ഇത് കേട്ടതും അനി പറഞ്ഞു, അല്ല പിന്നെ മുത്തശ്ശി, അത് കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം. ഇപ്പൊ അവര് വല്ല തിരക്കിലാണല്ലോ. എന്ത് തിരക്ക്? തിരക്കൊന്നും കാണത്തില്ല ഹോസ്പിറ്റലില്. അവര് പുറത്തല്ലേ അവിടെ എല്ലാം നിൽക്കുന്നേ. ഒന്നുമില്ല, ദേവേന്റെ അടുത്തായിരിക്കും. അവിടെ 3 പേരില്ലേ, അപ്പൊ വിളിക്കാൻ പറയാണ്. അങ്ങനെ അവസാനം അനി വിളിക്കുവാണ്. അനി വിളിച്ചിട്ട് മുത്തശ്ശിയുടെയിലേക്ക് ഫോൺ കൊടുത്തു. മുത്തശ്ശിയുടെ സംസാരം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ആദർശനെ വല്ലാത്തൊരു വിമിഷ്ടമായിപ്പോയി. പിന്നീട് ചോദിച്ചു, എന്താടാ ആദർശേ, എന്ത് പറ്റി? ദേവേനിക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കാം. എന്താ പറയണ്ടേ? പെട്ടെന്ന് ആദർശം പറഞ്ഞു, അല്ല അത് പിന്നെ മുത്തശ്ശി, അമ്മയ്ക്കൊരു തലകറക്കം. എന്നിട്ടോ? എന്നിട്ട് ഡോക്ടർ എന്ത് പറഞ്ഞെന്ന് ചോദിക്കണേ. കുഴപ്പമൊന്നും ഇല്ല. കുഴപ്പമില്ലെന്ന്. അന്ന് പിന്നെ എന്താ നീ ഒന്നും വിളിക്കാതിരിക്കാം. അല്ല അത് പിന്നെ മുത്തശ്ശി കുഴപ്പമില്ലാത്തോണ്ടാ തലകറക്കം. 2 ദിവസമായിട്ട് അമ്മയ്ക്ക് ഒരു ക്ഷീണം ഉണ്ടായിരുന്നല്ലോ, അപ്പൊ അതിന്റെ പ്രശ്നങ്ങൾ, അച്ചിരി പ്രഷർ കൂടിയതാ, വേറെ കുഴപ്പമൊന്നും ഇല്ലെന്ന് പറഞ്ഞിട്ട് ആദർശ് ഒരു ഒഴുക്കം മട്ടി പറഞ്ഞിട്ട് പെട്ടെന്ന് കോള് കട്ട് ചെയ്യണം. ഈ സമയം മുത്തശ്ശി പറഞ്ഞു, കഴിഞ്ഞ ദിവസം തൊട്ട് ദേവേനിക്ക് എന്തോ ഒരു വയ്യായ്ക ഉണ്ടായിരുന്നു. എല്ലാരും പറഞ്ഞ ഹോസ്പിറ്റലിൽ പോകാനായിട്ട് അവളിത് വെച്ചോണ്ടിരുന്നു. അതുകൊണ്ട് സംഭവിച്ച, ഇനി ദൈവത്തിന് മാത്രം എന്തൊക്കെ സംഭവിക്കുന്നു, എന്റെ അയ്യപ്പസ്വാമി കാത്തോണെന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശി ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. ഈ സമയം മുത്തശ്ശനും വല്ലാത്ത ടെൻഷനായി പോയിട്ടുണ്ടായിരുന്നു. കാരണം എന്താ സംഭവിച്ച എന്താന്നും അറിയത്തില്ല. കാരണം ഇവരെ പറയുന്ന മാത്രമേ ഉള്ളൂ. പക്ഷെ എനിക്കാണെങ്കിലും ഒന്നും തുറന്നു പറയാൻ പറ്റില്ല. എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതോടുകൂടി തീർന്നു. ഇപ്പൊ ഉള്ളിലെ വിഷം ചെന്നിട്ടുള്ള കാര്യം അനി വീട്ടിലാരോട് പറയാനും പോയില്ല. കാരണം ഇപ്പൊ പറയണ്ടെന്ന് ആദർശ് തന്നെയാണ് പറഞ്ഞത്. അതുകൊണ്ട് കൂടുതലായിട്ടൊന്നും പറയാനും പോയില്ല. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാ കാണുന്നത്. ഇനിയിപ്പോ ദേവേന് ജീവിതത്തിലേക്ക് മടങ്ങി വരുമോ, അതോ ഇനിയിപ്പം ഡോക്ടർ പറഞ്ഞ പോലെ വല്ല കോമ സ്റ്റേജിലാക്കോ, അതോ തളർന്നു പോകുന്നു അറിയത്തില്ല. എന്തായാലും നയന അടുത്തുണ്ട്. നയന എന്തായാലും അവൾ ദേവേനെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് മാക്സിമം ശ്രമിക്കുന്നുണ്ട്. കാരണം എവിടെയൊക്കെ നേർച്ചയും പ്രാർത്ഥനകളും നടത്തിയിട്ടുണ്ട് നയനയ്ക്ക് പോലും അറിയത്തില്ല. അതുപോലത്തെ പ്രാർത്ഥനകളും നേർച്ചകളും ഒക്കെയാണ് നയന നടത്തിയിരിക്കുന്നത്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ നാളെ കാണാനായിട്ട് പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.